ടി എം കൃഷ്ണയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നമ്മൾ അവസാനം സംസാരിക്കാം എന്ന് വിചാരിക്കുകയാണ്. മദ്രാസ് മ്യൂസിക് അക്കാദമിയിൽ അദ്ദേഹത്തിൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം, ഇപ്പോൾ രഞ്ജിനി ഗായത്രി എന്ന് പറഞ്ഞ ഈ ഗായകർ അവരിൽ നിന്ന് പിൻവാങ്ങുന്നു. അദ്ദേഹവുമായി സഹകരിക്കാൻ കഴിയുന്നില്ല, അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ നൽകുന്നത് അംഗീകരിക്കാൻ കഴിയില്ല, കാരണം അദ്ദേഹം ബ്രാഹ്മണ്യത്തെ തച്ചുടയ്ക്കണമെന്ന് പ്രസംഗിക്കുന്ന ആളാണ്. കർണാടക സംഗീതത്തിൻ്റെ ആത്മാവ് തകർക്കും വിധത്തിൽ ഇടപെട്ടിട്ടുള്ള ആളാണ് അദ്ദേഹം. ഈ കലാശാഖയ്ക്ക് സംഭാവനകളല്ല നൽകിയിട്ടുള്ളത്. പിന്നെ അദ്ദേഹം പെരിയോറെ വാഴ്ത്തിപ്പാടുന്ന ആളാണ്. കുറേ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇദ്ദേഹവുമായി സഹകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നത്. ടി എം കൃഷ്ണയുടെ ഒരു സംഗീത സൗകര്യം നമുക്കറിയാവുന്നതുപോലെ തന്നെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള വഴികളിലൂടെ സഞ്ചരിക്കുന്ന ആൾ കൂടിയാണ്. എജിംസ് എന്താണ് തോന്നുന്നത്? എന്തുകൊണ്ടാണ് ടി എം കൃഷ്ണ ഇത്രമേൽ കടുത്ത വാക്കുകൾ കൊണ്ടാണ് അവരുടെ കത്തിൽ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളൊക്കെ അങ്ങേയറ്റം കടന്നു പോകുന്നതാണ്. അതവർ പബ്ലിഷ് ചെയ്യുന്നു, ആ കത്ത് അക്കാദമിക്ക് കൊടുക്കുന്നു. അത്രയുമൊക്കെ ഒരു രോഷത്തിൻ്റെ അടിസ്ഥാനം എന്താവും? ആ രോഷത്തിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കണമെങ്കിൽ എന്താണ് കർണാട്ടിക് സംഗീതം എന്ന് മനസ്സിലാക്കണം. അതെ, ഇനി ഞാനൊരു സംഗീതജ്ഞനോ ഈ കർണാട്ടിക് സംഗീതം അറിയില്ല. പക്ഷേ ഇന്ത്യക്ക് ഒരു സംഗീത പാരമ്പര്യമുണ്ട്. ഇന്ത്യയുടെ സംഗീത പാരമ്പര്യം ഇന്ത്യക്ക് ഇപ്പോൾ ഈ മുഗൾസ് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നതുവരെ നമുക്കൊരു ക്ലാസിക്കൽ സംഗീതം ഉണ്ടായിരുന്നു. മുഗൾ വന്നതോടുകൂടി ഒരു പേർഷ്യൻ അറബിക് ട്രഡീഷൻ ഉള്ള ഒരു സംഗീതം ഇന്ത്യയിൽ രൂപം കൊള്ളുകയാണ് ചെയ്യുന്നത്. അത് ഹിന്ദുസ്ഥാനി എന്ന് പറയുന്നത്. ഹിന്ദുസ്ഥാനി രൂപം കൊണ്ടുകൂടി കർണാട്ടിക് വ്യതിരിക്തമായി തന്നെ വേറൊരു സംഗീത ശാഖയായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ രണ്ടിൻ്റെയും വളർച്ച നമ്മൾ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, കർണാട്ടിക് സംഗീതം കുറേ കൂടി ഡെവോഷണലാണ്. അതായത് ക്ഷേത്രങ്ങളിൽ ഭജനകളും അല്ലെങ്കിൽ പറയുന്ന കീർത്തനങ്ങളുടെ ഒരു സ്വഭാവമാണ് അതിനുള്ളത്. പ്രധാനമായ ചില കീർത്തനങ്ങൾ എഴുതപ്പെട്ടത് തെലുങ്കിലും കന്നഡയിലും തമിഴിലുമാണ്, സംസ്കൃതത്തിലും. അപ്പോൾ അത് രൂപം കൊള്ളുന്നതും അത് വികസിക്കുന്നതും ക്ഷേത്രങ്ങളോട് ചേർന്നാണ്. അപ്പോൾ കൊട്ടാരങ്ങളാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഡെവോഷണലാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ജോൺറ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹിന്ദുസ്ഥാനി കൊട്ടാരങ്ങൾ ദർബാറുകളിൽ തന്നെയാണ് വികസിച്ചത്. ഇതും കൊട്ടാരങ്ങളുടെ പിന്തുണയാണ് വികസിക്കുന്നത്. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്, ഈ സംഗീതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ഭക്തിയാണ്, ഡെവോഷണൽ സോങ്സ് ആണ്. അതിൽ കീർത്തനങ്ങളാണ് കൂടുതലായിട്ട് വരുന്നത്. പക്ഷേ ഹിന്ദുസ്ഥാനി സംഗീതം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ അതൊരു നെസസറിലി അത് ഡെവോഷണൽ ആവണമെന്നില്ല. അതിൽ പ്രണയമുണ്ട്, മറ്റ് പല കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. അത് ഡെവോഷണൽ അല്ല, അതിൻ്റെ ഭജൻസ് അല്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇവിടെയും രാജാക്കന്മാർ അതിനെ പ്രോത്സാഹിപ്പിച്ചു, അവിടെയും രാജാക്കന്മാർ പ്രോത്സാഹിപ്പിച്ചു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മുഗൾ പീരീഡ് അവസാനിക്കുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കും ഈ ഹിന്ദുസ്ഥാനി സംഗീതം കുറേ കൂടി പോപ്പുലറായി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ദർബാറിൽ നിന്നുള്ള പണം കിട്ടാണ്ടായി ഇപ്പോൾ ഈ ഖരാനകൾ എന്ന് പറയുന്ന നമ്മൾ ഈ ഇൻഡോറിൽ കാണുന്നുണ്ടല്ലോ, അത്തരം സംഗതികൾ രൂപപ്പെട്ടു വരുന്നത്, പോപ്പുലർ ഖരാനകൾ രൂപപ്പെട്ടു വരുന്നത് അങ്ങനെയാണ്. കൊട്ടാരത്തിൽ നിന്ന് ഇതിൻ്റെ അത് പോപ്പുലർ സപ്പോർട്ട് കൂടി അത് വളരാൻ തുടങ്ങി. അങ്ങനെ എന്തായി മാറി? ഹിന്ദുസ്ഥാനി ഒരു പോപ്പുലർ സംഗീത ശാഖയായി മാറി. അതായത് സാധാരണക്കാർക്കും ആക്സസിബിൾ ആയിട്ടുള്ള, ഏത് സാധാരണക്കാരനും പഠിക്കാവുന്ന തരത്തിൽ അത് അങ്ങനെയായി മാറി. പക്ഷേ ഈ കർണാട്ടിക്കിൻ്റെ ഒരു പ്രശ്നം, കർണാട്ടിക് ക്ഷേത്രങ്ങളിൽ രൂപം കൊണ്ടു, ക്ഷേത്രങ്ങളിൽ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോപ്പുലാരിറ്റി ഇല്ലായ്മയുടെ കാരണം. അത് ചില ജാതി വിഭാഗങ്ങൾക്ക് മാത്രം ആക്സസിബിൾ ആവുന്ന, പ്രത്യേകിച്ച് സവർണ്ണ വിഭാഗങ്ങൾക്ക് മാത്രം ആക്സസിബിൾ ആവുന്ന ഒന്നായി കർണാട്ടിക് സംഗീതം മാറി. ടി എം കൃഷ്ണ എന്താണ് ചെയ്യുന്നത്? ടി എം കൃഷ്ണ ഇതിനെ ഈ ഹിന്ദുസ്ഥാനി എങ്ങനെയാണോ പോപ്പുലറായത് ആ രീതിയിലല്ല, പക്ഷേ അദ്ദേഹം അതിനെ വേറൊരു റവല്യൂഷണറി പാത്തിലൂടെ അതിനെ പോപ്പുലറൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ ആ ഡെവോഷണൽ കണ്ടൻറ്റ് മാത്രം മാറ്റിക്കൊണ്ട് കുറേ കൂടി പുരോഗമന സ്വഭാവമുള്ള ലിറിക്സ് അതിലേക്ക് കൊണ്ടുവരുന്നു. ആ ലിറിക്സിൽ ഇപ്പോൾ പെരിയാറിനെ കുറിച്ചുള്ള ഒരു ഗാനം ഞാൻ ഇഷ്ടം കേൾപ്പിച്ചിരുന്നു. പെരിയാറിന്, അതായത് ചിന്തിക്കാൻ നമ്മളെ പഠിപ്പിച്ചവൻ പെരിയാർ എന്ന് പറയുന്ന രീതിയിൽ പച്ച തമിഴിൽ, ഈ ചെന്തമിഴൊന്നുമല്ല, സാധാരണ തമിഴിൽ എഴുതിയിട്ടുള്ള, അതെഴുതി പെരുമാൾ മുരുകനാണ് അത് എഴുതിയിട്ടുള്ളത്. ആ വരികൾ അദ്ദേഹം അതിന് സംഗീതം കൊടുത്ത് അദ്ദേഹം പാടുന്നു. മറ്റൊന്ന്, മുംബൈയിലെ ഒരു സിനഗോഗിൽ അദ്ദേഹം ജ്യൂസ് ക്യാപ്പൊക്കെ വെച്ച് നിന്നിട്ട് എന്താണ് സലാത്തുള്ള സലാമുള്ള എന്ന പാട്ട് അദ്ദേഹം കർണാട്ടിക് രാഗത്തിൽ ഭൈരവി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗറില്ല സംഗീതമാണ് അല്ലേ? കർണാട്ടിക് സംഗീതത്തിൻ്റെ ഘടനയും ട്രാഡിഷനും നോക്കിക്കഴിഞ്ഞാൽ ഈ ടി എം കൃഷ്ണ കൊണ്ട് ഗറില്ല വാർ നടത്തുകയാണ്. കാരണം ഇതിൻ്റെ ഘടനാപരമായി തന്നെ ഇതിനെ പൊളിച്ചെഴുതുകയാണ്. അത് ആർക്ക് സഹിക്കില്ല? സ്വാഭാവികമായും അതിൻ്റെ ഉത്തരാധികാരികളായിട്ടുള്ള ബ്രാഹ്മണർക്ക് സഹിക്കില്ല. ഇവിടെയും പ്രശ്നം അത് തന്നെയാണ്. എന്താണ്, ഗായത്രി രഞ്ജിനി എന്ന് പറയുന്ന ഗായിക ഡുവോ അവരെഴുതിയിട്ടുള്ള കത്തിൽ പറയുന്നത്, ബ്രാഹ്മണ വംശഹത്യയ്ക്ക് ആഹ്വാനം ചെയ്ത പെരിയാറിനെ പുകഴ്ത്തിക്കൊണ്ട് ഇദ്ദേഹം ഗാനം ആലപിച്ചു എന്നാണ് ആ കത്തിൽ പറയുന്നത്. ബ്രാഹ്മണ വംശഹത്യ എന്ന് പറഞ്ഞാൽ പെരിയാർ വളരെ റെബലിയസ് ആയിട്ട് ഈ പറയുന്ന ഈ പറയുന്ന ബ്രാഹ്മണാധിപത്യത്തിനെതിരെ അദ്ദേഹം പോരാടിയിരുന്നത് ശരിയാണ്. അപ്പോൾ വംശഹത്യക്ക് പ്രേരിപ്പിച്ച പെരിയാറിനെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം ഗാനം ആലപിച്ചു.
ഇതിൻ്റെ വിശുദ്ധി കളയുന്ന രീതിയിൽ, കർണാട്ടിക് സംഗീതത്തിൻ്റെ വിശുദ്ധി കളയുന്ന രീതിയിൽ ടി.എം. കൃഷ്ണ ലിറിക്സ് ഉപയോഗിക്കുന്നു. അതിൽ പെരിയാറിനെ പറ്റിയുള്ള ലിറിക്സും ഉണ്ട്, സലാത്തുള്ള സലാമുള്ള ഉണ്ട്. അദ്ദേഹം തമിഴിൽ, സാധാരണ തമിഴിലുള്ള വരികൾ യേശുക്രിസ്തുവിനെ പറ്റിയുണ്ട്. അപ്പോൾ അതാണ് അവരുടെ പ്രശ്നം. അപ്പോൾ ആ പ്രശ്നത്തിന് എനിക്ക് തോന്നുന്നില്ല അവിടെ കാര്യമായി സപ്പോർട്ട് കിട്ടണം. അതായത് ഈ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഈ തരത്തിലുള്ള പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്ന കുറേ കലാകാരന്മാർ അതിനെ പിന്തുണച്ചിട്ടുണ്ട്. പിന്നെ അണ്ണാമലയെ സ്വാഭാവികമായിട്ട് അതിനെ പിന്തുണച്ചിട്ടുണ്ട്, അദ്ദേഹം ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നതിനപ്പുറം അതിവരും ഈ ഗായത്രി രഞ്ജിനി ഡ്യൂ അവർ അത് റീട്വീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അണ്ണാമലയുടെ പിന്തുണച്ചുള്ള പോസ്റ്റർ റീട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രാഷ്ട്രീയം വ്യക്തമാണ്. പക്ഷേ അതിനപ്പുറമാണ് തമിഴ്നാട്ടിലെ ദ്രവിഡിയൻ രാഷ്ട്രീയം. DMK ശക്തമായിട്ട് ടി.എം. കൃഷ്ണയോടൊപ്പം ഉണ്ട്. ടി.എം. കൃഷ്ണയ്ക്ക് തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് കലാകാരന്മാർ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത്രമാത്രം വില പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ദൗസം എന്താ തോന്നുന്നത്? ഇത് തന്നെയാണ് ഈ കർണാട്ടിക് സംഗീതത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തിയ ഒരാൾ എന്നുള്ളതാണ് ടി.എം. കൃഷ്ണയെക്കുറിച്ചുള്ള ഇവരുടെ ആരോപണം. ഇത് കഴിഞ്ഞ ദിവസം കേരളത്തിലുണ്ടായത് തന്നെയാണല്ലോ. RLV രാമകൃഷ്ണനെതിരായത് എന്താണ്? മോഹിനിയാട്ടത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. ടി.എം. കൃഷ്ണയ്ക്കെതിരെ ഇറങ്ങിയിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ വെറുക്കുവാൻ അതിനാവശ്യമായ എല്ലാ ഘടകങ്ങളും ടി.എം. കൃഷ്ണ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പറഞ്ഞ മാതിരി സലാത്തുള്ള സലാമുള്ള പാടുന്നുണ്ട്. ഈ ക്രിസ്മസ് പാട്ടുകൾ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പാട്ടുകളുണ്ട്, പെരിയോറിനെ കുറിച്ചുള്ള പാട്ടുകൾ. എന്ന് മാത്രമല്ല ഇത് എവിടെയാണ് ഇത് അവതരിപ്പിക്കാറുണ്ടായിരുന്നത്? സഭകളിലാണ്, സംഗീത സഭകളിൽ, ഈ ക്ഷേത്രാങ്കണങ്ങളിൽ. അതിനായിട്ട് ഡിസൈനേറ്റഡ് ആയിട്ടുള്ള വേദികളിൽ മാത്രമാണ് കർണാടക കച്ചേരി അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇദ്ദേഹം ഇത് ചേരികളിലൊക്കെ പോയിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. സാധാരണക്കാരായുള്ള ആളുകൾ താമസിക്കുന്നിടത്ത് പോയിട്ട് കർണാടക സംഗീതം അവതരിപ്പിക്കുക മാത്രമല്ല, അവിടെ നിന്നുള്ള കുട്ടികളെ പിക്ക് ചെയ്തിട്ട് അവർക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് കർണാടക സംഗീതം എന്ന് വെച്ചാൽ അപ്രാപ്യമായ എന്തോ ഒരു സംഗതിയാണ്, നമുക്കൊന്നും പഠിക്കാൻ പറ്റാത്ത. ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, ശിഷ്യത്വം സ്വീകരിച്ചിട്ട് മാത്രം പഠിക്കാൻ പറ്റുന്നുണ്ട്, ദക്ഷിണ വെച്ച്. അങ്ങനെയൊന്നുമല്ല. ഇത് ജനങ്ങളിലേക്ക് ഇറങ്ങട്ടെ എന്ന് കരുതിയിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിയ ഒരു മനുഷ്യനാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ ഡെക്കൻ ക്രോണിക്കിൾ 2023 ഡിസംബർ ഒടുവിൽ അദ്ദേഹം എഴുതിയ ലേഖനമുണ്ട്. ആ ലേഖനം പലസ്തീൻ പ്രശ്നത്തിലാണ്. അദ്ദേഹം ആ ലേഖനത്തിൻ്റെ തലക്കെട്ട് ഇസ്രായേൽ പാലസ്റ്റൈൻ ഫാൾസ് എക്വിവലൻസസ് എന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ സമീകരണം ഇല്ല എന്നാണ്. തെറ്റായ സമീകരണങ്ങളിലാണ് നിങ്ങൾ പലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തെ കാണുന്നത്. എപ്പോഴും നോക്കണം, ഈ ഹമാസ് ആക്രമണം ഉണ്ടായതിന് ശേഷം എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഹമാസ് ആക്രമണത്തെ അപലപിക്കാത്തത് എന്ന നിലക്കുള്ള ചോദ്യങ്ങൾ അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ചോദ്യം അദ്ദേഹം അഭിമുഖീകരിക്കാൻ കാരണം വെച്ചാൽ നേരത്തെ മ്യൂസീഷ്യൻ ഫോർ പാലസ്റ്റൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലെ സിഗ്നേറ്ററിയാണ് കൃഷ്ണ. അദ്ദേഹം അതിൽ സൈൻ ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇസ്രായേലുമായി ബന്ധപ്പെട്ടിട്ട് ഇസ്രായേലിൻ്റെ മ്യൂസീഷ്യൻസ് പങ്കെടുക്കുന്ന ചില കൺസേർട്ടുകൾ അദ്ദേഹം പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഈ ഹമാസ് ആക്രമണം വരുന്നത്. അപ്പോൾ നിങ്ങളുടെ നിലപാട് എന്താണെന്നുള്ള നിലക്കുള്ള ചോദ്യങ്ങൾ അദ്ദേഹത്തിന് നേരിടുന്നു. അപ്പോഴാണ് അദ്ദേഹം കൃത്യപ്പെടുത്തുകയാണ്, ഇത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫാൾസ് എക്വിവലൻസസ് ആണ്, തെറ്റായ സമീകരണങ്ങൾ. നിങ്ങൾ ഈ തെറ്റായ സമീകരണങ്ങൾ എത്തുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ മുൻവിധികൾ കാരണവും നിങ്ങളുടെ അറിവില്ലായ്മ കാരണവുമാണ് എന്നാണ് അദ്ദേഹം ലേഖനത്തിൽ സമർത്ഥിക്കുന്നത്. അപ്പോൾ ഞാൻ ഫലസ്തീനിൽ സന്ദർശിച്ച അനുഭവങ്ങൾ അദ്ദേഹം അതിൽ വിവരിക്കുന്നുണ്ട്. ഫലസ്തീനും ഇസ്രായേലും സന്ദർശിച്ച അനുഭവങ്ങൾ വിവരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ജനതയെ മതിലിനകത്ത് തളച്ചിടുന്നത് എന്നത് നിങ്ങൾ എന്നെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല, ഞാനത് നേരിട്ട് കണ്ടതാണ് എന്ന് അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സാധാരണഗതിയിൽ ഇൻഡസ്ട്രിയിൽ തിളങ്ങി നിൽക്കണം എന്ന് വിചാരിക്കുന്ന ഒരു സംഗീതജ്ഞൻ അല്ലെങ്കിൽ ഒരു സിനിമാക്കാരൻ സാധാരണഗതിയിൽ ഇത്തരം പൊസിഷൻസ് എടുക്കില്ല. പ്രത്യേകിച്ച് ഒരു അപ്പർ ക്ലാസിൻ്റെ വരേണ്യ വിഭാഗം മാത്രം അവരുടെ ഒരു കലയാണ് ഈ കർണാടക സംഗീതം. അതിൽ വിഹരിക്കുന്ന ഒരാൾ ഇത്രയും സൂക്ഷ്മമായ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുക എന്ന് പറഞ്ഞാൽ അസാധാരണമായുള്ള സംഭവമാണ്. പക്ഷെ അദ്ദേഹം അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാട് എടുക്കുന്നു മാത്രമല്ല, അതിൽ വളരെ അഗ്രസീവായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് ഇപ്പോൾ ഉണ്ടായ വിവാദിച്ചാൽ ഇങ്ങനെയൊക്കെ ഈ ശുദ്ധിയൊന്നും പാലിക്കാത്ത ഒരുത്തന് ഇത് കർണാടക സംഗീതത്തിൽ നൊബേൽ പ്രൈസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന കലാനിധി സമ്മാനം നൽകി. അത് ആളുകളെ പ്രകോപിപ്പിക്കുമെന്നേ. ആ പ്രകോപനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടി.എം. കൃഷ്ണക്കെതിരായിട്ട് ഉയർന്നു വരുന്ന രോഷത്തിന്, ദേഷ്യത്തിന് ഇങ്ങനെ പലതരം കാരണങ്ങളുണ്ട്. ഇന്നാളെ ഇരിക്കാം. നമസ്കാരം.